ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. അതിന് വേണ്ടിയുള്ള ചേരുവകൾ: ഇഡ്ഡലി മാവ്, വെള്ളം ആവശ്യത്തിന്, ഉപ്പ്, പിന്നെ വേണ്ടത് രായി വെച്ചിട്ടാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിപ്പോൾ എങ്ങനെയെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ 2 കപ്പ് ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള അളവ് ഗ്ലാസ്, അതുപോലത്തെ ഒരു കോഫിയുടെ കപ്പിൽ 2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, 1 കപ്പ് ചാക്കേരി എടുത്തിട്ടുണ്ട്. ഒന്ന് ചോറ് വെക്കണ അരി 1 കപ്പ്, പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ പച്ചരി എന്ന് പറയും, അതാണ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി നന്നായി അരച്ചെടുത്തതാണ്. പിന്നെ ഇതിൽ നിന്ന് 2 കപ്പ് കണ്ട, കാണുമ്പോൾ തോന്നുന്നുണ്ട് പോലെ തോന്നുന്നു. അതുപോലത്തെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സുള്ള നമ്മുടെ രായിയാണത്, രായി പൊടിച്ചതാണ്. ഇതാണ് ഞാനിപ്പം എടുത്തിട്ടുള്ളത്. ഇത്രയാണ് എനിക്ക് ആവശ്യമായിട്ടുള്ള അളവിനനുസരിച്ചിട്ടുള്ള ചേരുവകൾ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. നിങ്ങൾക്ക് തോനെ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടാം. ഈ രായിപ്പൊടിയുടെ അളവ് 3 ഗ്ലാസ് എടുക്കാം, പച്ചരി ചാക്കരിയുടെ അളവ് 1.5 ഗ്ലാസ് ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് എത്ര ആവശ്യത്തിന് അതിനനുസരിച്ച് എടുക്കാം. അപ്പം ഒരു കാര്യം മറക്കരുത്, ചോറ് വയ്ക്കുന്ന അരി പച്ചരി 2 ഇതുപോലത്തെ 2-3 എടുക്കുന്നത് തോനെ ആൾക്കാരുണ്ടെങ്കിൽ എടുക്കുമ്പോൾ ചാക്കേരി അതിന് കുറച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ പച്ചരി 3 ഗ്ലാസ് ആണെങ്കിൽ 1.5 ഗ്ലാസ് ചാക്കേരി എടുക്കാൻ പാടുള്ളൂ. ഉഴുന്ന് 2 നല്ല ഗ്ലാസ് തോനെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ 2.5 ഗ്ലാസ് എടുക്കുക. പിന്നെ നമ്മുടെ രായിപ്പൊടി 2 അല്ലെങ്കിൽ 2.5 ഗ്ലാസ്, 3 ഗ്ലാസ്, അങ്ങനെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉപ്പിടാൻ പോവുകയാണേ. ഇത്ര ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിടുക. മാവിൽ തലേദിവസം കലക്കി വയ്ക്കുക. തലേദിവസം ഇതെല്ലാം കുതിർത്തി വെച്ച് കലക്കി വെച്ച് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് അടിപൊളി ചൂട് രായിയുടെ ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ കൂട്ടിലേക്ക്, നമ്മുടെ ഇഡ്ഡലിയുടെ കൂട്ടിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ എടുത്തു വെച്ച രായിപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ രായിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ ഇഡ്ഡലിക്ക് കലക്കണ പോലെ തന്നെ കലക്കി വെക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ചാക്കേരി ഇല്ല, പച്ചരി ഇല്ല, അതൊന്നും ചേർത്തില്ലെങ്കിലും നിങ്ങൾക്ക് അടിപൊളി ഇഡ്ഡലി ഉണ്ടാക്കാം. എങ്ങനെയെന്നല്ലേ, നമ്മുടെ പൊന്നിയരി പൊടിച്ചത്, പിന്നെ നമ്മുടെ രായി പൊടിച്ചതും, നിങ്ങൾ പൊന്നിയരി ഇതിപ്പോൾ അളവ് ഇതുപോലത്തെ 1 കപ്പ് എല്ലാം ആണെങ്കിൽ പൊന്നിയരി ഇതുപോലത്തെ 1 കപ്പ് എടുക്കാം. ഇതുപോലത്തെ 1.5 കപ്പ് നമ്മുടെ രായിപ്പൊടി ചേർക്കാം. ഉഴുന്ന് 1.5 ചേർക്കാം. എന്നിട്ട് ഉപ്പിട്ട് കലക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ പച്ചരി, നമ്മൾ പഴയതുപോലെ തന്നെ പച്ചരിയും ചാക്കേരിയും അങ്ങനെയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഇഡ്ഡലി. അപ്പോൾ ഞാൻ അത് കലക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് കലക്കണം. നന്നായി കുഴച്ച് കലക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആവശ്യത്തിന് വെള്ളം ചേർക്കണം കേട്ടോ. ഇതിന് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി കലക്കണം. ഇത് നന്നായി കലക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളത്, കുട്ടികൾക്ക് കാണാനും രസമുണ്ട്. ചില കുട്ടികളൊന്നും രായി കുറുക്കി കൊടുത്താലോ അങ്ങനെയൊന്നും കഴിക്കില്ല. ചിലർ ഹെൽത്തി ഫുഡാണ് എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ കൊടുത്താൽ അവർക്കതൊന്നും ഇഷ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ഐറ്റങ്ങളായിട്ട് നമ്മൾ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കും ഹെൽത്തി ഫുഡായി കഴിക്കുകയും ചെയ്യാം. രായിയൊക്കെ നല്ല സാധനങ്ങളല്ലേ. ചിലർക്ക് വിരകിട്ടോ അടയോ അതൊന്നും ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ ഇഡ്ഡലിയുടെ കൂടെ ചേർക്കാം. ഇതിൽ നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. നല്ല അടിപൊളി ദോശ ഉണ്ടാക്കാം. അതൊന്നും ഒരു കുഴപ്പമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നല്ല ചൂട് സാമ്പാറോ ചട്നിയുടെ കൂടെ ഇത് സെർവ് ചെയ്തൊന്ന് വെച്ചോ, സൂപ്പർ ടേസ്റ്റോ. എല്ലാവരും ഇത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കും. ഇതൊന്ന് നന്നായി കലക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഒരു കയ്യിൽ ഇതായ കാരണം നന്നായിട്ട് കലക്കി മിക്സ് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇത്ര തോനെ അരി
അരിപ്പൊടി ഇല്ലേ, സോറി അരിപ്പൊടിയല്ല, നമ്മുടെ അരി കുതിർത്തിയിട്ട് കുറച്ച് അരി എടുത്തിട്ട് ഈ ഷുഗർ പേഷ്യൻറ്റും കൊളസ്ട്രോൾ പേഷ്യൻറ്റും ഒക്കെ കൺട്രോൾ ലെവലിലുള്ളവരൊക്കെ ഇല്ലേ, അവർക്ക് അരിയുടെ ഇതൊക്കെ കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ പറയാം, കഴിക്കാൻ പറ്റാത്തവരില്ലേ, അവർക്ക് നമ്മുടെ രായ്പൊടി കൂടുതൽ ചേർക്കുക. അപ്പോൾ പച്ചരി കുറച്ച് ചേർക്കാം, രായ്പൊടി കൂടുതലും പച്ചരി കുറവും ഉഴുന്ന് കൂടുതലും ആക്കി ചേർക്കാം. അപ്പോൾ ചാക്കേരി അതിലും കുറച്ച് ചാക്കേരി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അവിടെയാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ പൊന്നി അരി പൊടിപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ ഇഡ്ഡലി ദോശ അങ്ങനെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മുടെ പൊന്നി അരിയുടെ പൊടി കുറച്ചെടുത്തിട്ട് നമ്മുടെ രായ്പൊടി തോനെ ചേർക്കുക. എന്നിട്ട് നമ്മുടെ ഉഴുന്നും കൂടി അരച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കുക. എനിക്ക് പൊടിയുള്ളതുകൊണ്ട് ഞാൻ രായ്പൊടി ചേർത്തുന്നുള്ളൂ. നിങ്ങൾക്ക് പച്ച രായി ആണെങ്കിൽ അത് വെള്ളത്തിലിട്ട് കുതിർത്തി നമ്മൾ എങ്ങനെയാണോ ഇഡ്ഡലിക്ക് അരയ്ക്കണം അതുപോലെ അരച്ച് റെഡിയാക്കി വയ്ക്കുക. ഉപ്പൊക്കെ ഇട്ടിട്ട് നാളേക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഈ തലേ ദിവസം തന്നെ ഉപ്പൊക്കെ ഇട്ട് കലക്കി അടിപൊളിയായിട്ട് ഇതുപോലെ വയ്ക്കുക. ഒരു പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കും. ഇനിയിപ്പോൾ വൈകുന്നേരം ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ ഇത് വെള്ളത്തിലൊക്കെ ഇട്ട് ചിലർ രാത്രിക്കൊക്കെ ഉപയോഗിക്കാറുണ്ടാവില്ലേ, അവർക്ക് വേണമെങ്കിൽ രാവിലെ തിരുമേൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇത് അരച്ച് കലക്കി വെച്ച് പൊന്തിക്കഴിഞ്ഞാൽ റെഡിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ അടച്ച് വെച്ച് നാളെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. നോക്കിയാൽ നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നോക്കി ഇതൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഇഡ്ഡലി എങ്ങനെ ഇളക്കിയിട്ട് ഉപയോഗിക്കില്ല അതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ തട്ടിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് കുറച്ചെടുത്ത് നമുക്ക് ഓരോ തട്ടിലേക്ക് അതിനെ ഒഴിച്ചു കൊടുക്കും. ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. ഇത് ഞാൻ ഇഡ്ഡലി തട്ടിൽ എല്ലാതും നല്ല ബാക്കിയുണ്ട്. ഒരു തട്ട് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചത് ഇതുപോലെ 4 തട്ടിലാണ് എൻ്റെ ഇഡ്ഡലിയുടെ പാത്രത്തിന്. അപ്പം ഞാൻ ഇത് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് നല്ല വെട്ടി തിളയ്ക്കണം കേട്ടോ. വെട്ടി തിളച്ചതിൻ്റെ ശേഷമേ നമ്മൾ ഇഡ്ഡലി കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് കല്ലിച്ച് പോകും. ഏത് ഇഡ്ഡലി ആണെങ്കിലും അതൊക്കെ അത് നന്നായിട്ട് ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടോ നോക്കാം. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ തട്ടിലേക്ക് ഉള്ളത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പാത്രത്തേക്ക് മാറ്റിയില്ല, നല്ല ചൂടാണ്. നമ്മൾ ഇഡ്ഡലിയുടെ പോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ട്. പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. അടുത്തത് നമുക്ക് ദോശ ഉണ്ടാക്കാം. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എടുത്തിട്ട് കണ്ടില്ലേ, നമ്മുടെ ദോശ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ രായുടെ ഇഡ്ഡലിയും രായുടെ ദോശയും റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട്. നല്ല തക്കാളി ചട്നി, പിന്നെ നമ്മുടെ തേങ്ങ ചട്നി, ദോശ നല്ല സോഫ്റ്റ് ഉണ്ട്. ഓക്കെ, നല്ല സോഫ്റ്റുള്ള ദോശന് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.